ഞങ്ങൾ വേഗം വീട്ടിലെത്തി തിരിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റി അങ്ങോട്ട് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വെച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. വയറ് ഫുള്ളായതിനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയി. പിന്നെ അവിടെ പണിയൊന്നും ഇല്ലേനും. തലേന്ന് അവിടെ പരിപാടി ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിയായിട്ടില്ലായിരുന്നു. അങ്ങനെ മനസ്സിലായോ? എന്തു കലിപ്പിലാണ് കാരണം അറിയാം. നാളെ കല്യാണപ്പരത അവിടെ ഡ്രസ്സ് കിട്ടിയില്ല. ധാവണി ഇപ്പൊ പോയി വാങ്ങണം. മഴ എനിക്ക് ആകുന്നില്ല. അവിടെ കുത്തിരിക്കുക. മുപ്പത്തിനെ വിളിച്ചിട്ട് മുപ്പത്തി വേറെ കോളി തൊള്ളിക്കൊത്തിരിക്കുക. എന്നിട്ട് അടിക്കാൻ മോളെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. ഇത്ര നേരമായി നേരം ഞങ്ങൾ ഇതിനും വെച്ച് നടക്കുന്നത്. കല്യാണപ്പോര മഴ 3G ആയി ഗായ്സ്. ഒന്നും പറയാല്ല. 2 ആൾക്ക് ഡ്രസ്സ് 3 ആൾക്ക് ഡ്രസ്സ് കിട്ടാൻ ഡേറ്റിക്ക് പൊടിക്ക് വെക്ക്. എൻ്റെ ബ്ലൗസൊക്കെ എന്താന്നല്ലേ അവസ്ഥ. പെൺകുട്ടികളെ ഷോപ്പിംഗ് കഴിയുന്നില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക. ഇന്നലെ വരെ ഷോപ്പിംഗ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും കുറേ സാധനം വിട്ടുപോയി. അതൊക്കെ മേടിക്കാൻ പോകണം എന്നൊക്കെ ഓരോ പ്ലാൻ ഇട്ട് നോക്കുമ്പോൾ ഇവർക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകണം. ചിന്തുവിന് ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് അടിച്ച് കിട്ടാനുണ്ട്. ഭാഗ്യത്തിന് എനിക്കതില്ലേനും. ഞങ്ങൾ 3 ആളും കൂടി പിന്നെ പുറത്തിറങ്ങി. അവൾ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റെൻ്റൽ ജ്വല്ലറി ഒന്ന് എടുക്കാൻ പോകാണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ എടുത്ത് മഴയത്ത് കുടുങ്ങി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കുറച്ച് പരിപാടിയായിരുന്നു അത്. അങ്ങനെ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പുവേണ്ട ഫ്രണ്ട്സ് വന്ന് ഒരു ഗ്രൂം ടു ബിക്ക് അപ്പുവേണ്ട ഫ്രണ്ട്സ് സെറ്റപ്പാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്പീക്കറിൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ഞങ്ങൾക്ക് അങ്ങ് തന്നു. പിന്നെ ഞങ്ങളങ്ങ് ഇവിടെ പാട്ട് വെച്ചു. ഞങ്ങളങ്ങ് വൈബാക്കി. ആദ്യം എല്ലാവരും ഇൻവെർട്ടർ അടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ അങ്ങ് വൈബാക്കിയത്. നല്ല കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച്. നമുക്കിത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതൊക്കെ അല്ലേ മെമ്മറീസ് ഉണ്ടാവില്ലേ. I'm